നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി വാർത്താമഴ ആരംഭിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെടുമങ്ങാട് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച 1.5 വയസ്സുകാരന്റെ മരണത്തിൽ കുറ്റസമ്മതം നടത്തി പ്രതി അഷ്കർ. കുഞ്ഞിനെ പതിവായി മർദ്ദിച്ചിരുന്നുവെന്ന് അഷ്കർ പോലീസിനോട് സമ്മതിച്ചു. പങ്കാളിയായ അഷ്കർ കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടെന്നാണ് മാതാവിന്റെ മൊഴി. തെളിവെടുപ്പിനെത്തിച്ച പ്രതിക്ക് നേരെ വൻ ജനരോഷമുണ്ടായി. പോലീസ് എത്തും മുൻപേ വീട്ടിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നു. അഷ്കറിനെയും അഖിലയെയും കോടതി റിമാൻഡ് ചെയ്തു. അഷ്കറിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി. സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് നെടുമങ്ങാട് പനവൂരിലെ അഷ്കറിന്റെ വാടക വീടിന് മുന്നിലുണ്ടായത്. അഷ്കറിനെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ജനരോക്ഷം ഇരച്ചെത്തി. പോലീസിന്റെ രക്ഷാകവചം വകഞ്ഞുമാറ്റിയ നാട്ടുകാർ അഷ്കറിനെ മർദ്ദിച്ചു. ഒന്നര വയസ്സിനകത്ത് അതൊരു 80 വർഷം അനുഭവിക്കാനുള്ളത് ഈ 1.5 വയസ്സിനകത്ത് അവൻ അനുഭവിച്ചു. ഇതിൽ അവൻ മാത്രമല്ല കക്ഷി, അവന്റെ അമ്മയും അവന്റെ ഭാര്യയും, ഇപ്പോഴത്തെ ഭാര്യ അഖില, അതായത് കൊച്ചിന്റെ തള്ള, അതുൾപ്പെടെ യഥാർത്ഥ പ്രതികളാണ്. പോലീസിനോട് ആദ്യം കുറ്റസമ്മതം നടത്തിയത് കുഞ്ഞിന്റെ മാതാവ് അഖിലയാണ്. തന്റെ കൺമുന്നിൽ വെച്ച അഷ്കർ കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നതായി അഖില പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ സഹകരിക്കാതിരുന്ന അഷ്കർ പോലീസ് തെളിവുകൾ നിരത്തിയതോടെ കുറ്റസമ്മതം നടത്തി. കൊലപാതകം തെളിഞ്ഞ ശേഷം പോലീസ് വീട്ടിലെത്തും മുമ്പ് തന്നെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമവും അഷ്കറിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കുഞ്ഞിന്റെ വസ്ത്രങ്ങളും മറ്റും പാതി കത്തിച്ച നിലയിൽ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തി. കേസിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് നെടുമങ്ങാട് പോലീസ്. ആദ്യ ഭാര്യയ്ക്ക് നേരെയുണ്ടായ അഷ്കറിന്റെ ആക്രമണങ്ങൾക്കും ആറ്റിങ്ങൽ സ്വദേശിയായ യുവതിയുടെ മരണത്തിലും പോലീസ് അന്വേഷണമുണ്ടാകും. 24 തിരുവനന്തപുരം. BDJ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്തിയ മുഖ്യമന്ത്രി VD സതീശന് കോൺഗ്രസിൽ നിന്ന് വിമർശനം. തുഷാർ വെള്ളാപ്പള്ളിയുമായി ചർച്ച നടത്താൻ തയ്യാറല്ലെന്ന് പറയാമായിരുന്നുവെന്നാണ് VD സതീശന്റെ പേര് പറയാതെ കോൺഗ്രസ് വക്താവ് അനൂപ് വിആറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആലപ്പുഴയിൽ നിന്ന് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടും KC വേണുഗോപാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസിഫ് മുഹമ്മദും ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽഖിഫിലും രംഗത്തെത്തി. വിനേഷ് കുമാർ വിവരങ്ങളുമായി. വിനേഷ്, പ്രധാനമായും KC പക്ഷം നേതാക്കളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. VD സതീശനെതിരെയൊക്കെ രൂക്ഷ വിമർശനവുമായി എത്തുകയാണ് വക്താവടക്കമുള്ള നേതാക്കൾ. അനുജ, നമുക്കറിയാം VR അനൂപ് വക്താവ്, കോൺഗ്രസിന്റെ വക്താവാണെങ്കിലും കടുത്ത VD സതീശ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ്. KCക്ക് കടുത്ത പിന്തുണ നൽകുന്ന ഒരാൾ കൂടിയാണ്. കിട്ടിയൊരു അവസരമായിട്ട് തന്നെ അദ്ദേഹം അത് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. കാരണം VD സതീശനെ സന്ദർശിച്ചു, തുഷാർ വെള്ളാപ്പള്ളി VD സതീശനെ സന്ദർശിച്ചു, അവിടെ സ്വീകരിച്ചിരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ VDയെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് VD സതീശൻ എന്നാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും എല്ലാം മുഖ്യമന്ത്രിയാണ്. ഒരു പക്ഷേ അവർ മുഖ്യമന്ത്രിയെ കാണാൻ വന്നാൽ ചിലപ്പോൾ അവർക്ക് സമയം കൊടുക്കേണ്ടി വരും, അവർക്കൊപ്പം ഇരിക്കേണ്ടി വരും, കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള മറുപടിയും സതീശൻ പക്ഷം അങ്ങനെയും പറയുന്നുണ്ട്. മറ്റൊന്ന് ബിന്ദുകൃഷ്ണയുടെ കാര്യത്തിലാണ്. ബിന്ദുകൃഷ്ണയുടെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്ദുകൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. പക്ഷേ ബിന്ദുകൃഷ്ണയ്ക്ക് അനുകൂലമായ ഒരു പിന്തുണച്ചുകൊണ്ട് ആരും വരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. കാരണം കോൺഗ്രസിനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയും കോൺഗ്രസിന്റെ ഭരണം ഒരിക്കലും വരരുതെന്ന് പറയുകയും അതുപോലെ തന്നെ VD സതീശനെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശനെ പോയി കാണുകയും വണങ്ങുകയും ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. അതിൽ തന്നെ ഒരു കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ സതീശനെതിരെ ഉയർന്ന ആരോപണം പോലെ തന്നെയാണ് ഇതിലുണ്ട്. ഈ ദുൽഖിഫിലിനെ പോലെയുള്ള ആളുകൾ, അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം, കോൺഗ്രസ് നേതാവായ ദുൽഖിഫിലിനെ പോലുള്ളവർ ശക്തമായി തന്നെ ഇതിനെ വിമർശനവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ VD സതീശന്റെ മാത്രമല്ല, ഈ ബിന്ദുകൃഷ്ണയുടെ കാര്യത്തിലും വലിയ വിമർശനം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിൽ പ്രധാന കാരണം ഈ സന്ദർശനം തന്നെ, ഈ വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധം തന്നെയാണ് എല്ലാവരെയും ചൊടിപ്പിക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളാണെങ്കിലും അത്തരത്തിലുള്ള പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാധാരണ പ്രവർത്തകരും വിമർശകരായി തന്നെ വരുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അനുജ, അതാണ് വെള്ളാപ്പള്ളിമാർ ഒരു വിവാദ വിഷയമായി മാറിയിരിക്കുന്നു കോൺഗ്രസിനുള്ളിൽ. പുതിയ സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താൻ സമയമായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പുരോഗതിക്കുതകുന്ന പദ്ധതികൾക്ക് LDF പിന്തുണ നൽകും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ നയപ്രഖ്യാപനത്തിൽ ഒരു വാക്ക് പോലും സർക്കാർ ഉൾപ്പെടുത്തിയില്ല എന്നും പിണറായി വിജയൻ വിമർശിച്ചു.
പുതിയ ഗവൺമെന്റിനെ കുറിച്ച് ഞങ്ങൾ ക്രിയാത്മകമായ സമീപനമാണ് ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാടിന്റെ താല്പര്യത്തിനോ ജനങ്ങളുടെ പുരോഗതിക്കും ക്ഷേമത്തിനോ എതിരായ നടപടികളാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവയെ അതിശക്തമായി എതിർക്കുകയും ചെയ്യും. കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് അത്തരമൊരു പരാമർശമില്ലാതിരുന്നത് എന്ന് അങ്ങേയറ്റം സംശയമുളവാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. അപകടത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശിയായ 23-കാരൻ അർജുന്റെ ഹൃദയം ദാനം ചെയ്യും. ഹൃദയം രാവിലെ കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചി ആസ്റ്റർ മെഡ്സിറ്റിയിൽ എത്തിക്കും. ഹൃദയമടക്കം അർജുന്റെ 4 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, അങ്ങനെ മറ്റൊരു അവയവദാന പ്രക്രിയയിലേക്ക് കൂടി സംസ്ഥാനം നീങ്ങുകയാണ്. ഒരർത്ഥത്തിൽ ഇത് അർജുൻ്റെ കുടുംബത്തെയൊക്കെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദനയുള്ള നിമിഷമാണ്. പക്ഷേ 4 പേർക്ക് ജീവൻ നൽകുന്നു എന്നുള്ള വലിയ കാര്യം അർജുൻ നിർവഹിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? വിവിധ ഇടങ്ങളിലേക്ക് അവയവങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അനുജ, തീർച്ചയായും 23 വയസ്സാണ് അർജുൻ MK. യുവാവിന്റെ പ്രായം 23 വയസ്സാണ്. 28-ാം തീയതിയാണ് ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. കണ്ണൂർ സ്വദേശിയാണ്. 30-ാം തീയതി ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കണ്ണൂരിൽ ആസ്റ്റർ മിംസിൽ ചികിത്സയിലായിരുന്നു അർജുൻ. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ഈ തീരാവേദനയിലും അർജുന്റെ ഉറ്റവർ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം മൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തെ അവയവദാനത്തിന്റെ ഏജൻസിയായ മരണാനന്തര അവയവദാന ഏജൻസിയായ കേസോട്ടോ വഴിയാണ് അവയവ കൈമാറ്റം നടക്കുന്നത്. അർജുന്റെ ഹൃദയമടക്കം 4 അവയവങ്ങൾ 4 പേർക്ക് പുതുജീവൻ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹൃദയം നാളെ രാവിലെ കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് മാർഗം എത്തിക്കുന്നത്, അതായത് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണൂർ ആസ്റ്റർ മിംസിൽ നിന്ന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് ഹൃദയം എത്തിക്കുന്നത്. ഇതിൽ മറ്റ് അവയവങ്ങൾ കൂടി ദാനം ചെയ്യുന്നുണ്ട്. കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കാണ് ദാനം ചെയ്യുന്നത്. വൃക്ക ആസ്റ്റർ മിംസ് കണ്ണൂരിലേക്കും മറ്റൊരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 48 വയസ്സുകാരനാണ് അർജുന്റെ ഹൃദയം മാറ്റിവെക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ നാളെ ആയിരിക്കും ഈ ശസ്ത്രക്രിയകൾ നടക്കുക. ഈ അവയവങ്ങൾ റിട്രീവ് ചെയ്യുന്ന നടപടികളടക്കം നാളെ ആയിരിക്കും പുരോഗമിക്കുക. രാവിലെ തന്നെ ഹൃദയം കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസ് മാർഗം, അതായത് ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലേക്ക് എത്തിക്കും. അനുജ, ഹൃദയം ഉൾപ്പെടെ 4 അവയവങ്ങൾ അർജുൻ ദാനം ചെയ്യുകയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചതാണ് അർജുന്. ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. അടുത്ത വാർത്ത 24 ബിഗ് ബ്രേക്കിംഗ് ആണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിലപാട് കടുപ്പിക്കാൻ CPI. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ സംയുക്ത നിയമസഭാ കക്ഷിയിലെ മറ്റ് ചുമതലകളൊന്നും ഏറ്റെടുക്കില്ല എന്ന് CPIM നേതൃത്വത്തെ CPI അറിയിച്ചിട്ടുണ്ട്. പാർട്ടി ഉന്നയിച്ച ആവശ്യത്തിൽ തീരുമാനമാകാതെ സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നും CPI തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ ഉറച്ച തീരുമാനം. CPIഎമ്മുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഉപനേതൃസ്ഥാനം ലഭിക്കണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടിട്ടും അനുകൂല തീരുമാനമുണ്ടാകാത്തതിൽ CPIക്ക് കടുത്ത അമർഷമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകുന്നില്ലെങ്കിൽ സംയുക്ത നിയമസഭാ കക്ഷിയിലെ മറ്റു ഭാരവാഹിത്വങ്ങളൊന്നും ഏറ്റെടുക്കേണ്ടെന്നാണ് തീരുമാനം. ഇക്കാര്യം CPIM നേതൃത്വത്തെ CPI അറിയിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമാകുന്നവരെ സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിലും CPI MLAമാർ പങ്കെടുക്കില്ല. നിയമസഭയിൽ നന്ദിപ്രമേയ ചർച്ച തുടങ്ങാനിരിക്കെ CPI നിലപാട് LDFനെ പ്രതിസന്ധിയിലാക്കും. ഇടതുമുന്നണി നേതൃത്വം CPIഎമ്മിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടാൻ CPI തീരുമാനിച്ചത്. 1ഉം 2ഉം LDF സർക്കാരുകൾ പിണറായി വിജയന്റെ സർവാധിപത്യത്തിലാണെന്ന വിമർശനം കൂടി കണക്കിലെടുത്തായിരുന്നു ആവശ്യം. എന്നാൽ ഉപനേതൃസ്ഥാനം വിട്ടുകൊടുക്കാനാവില്ലെന്ന് CPIM നിലപാടെടുത്തോടെയാണ് ഇടതുമുന്നണിയിൽ അസാധാരണ പ്രതിസന്ധി ഉരുണ്ടുകൂടിയത്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ അനുമതിയില്ലാതെ സന്ദർശനം നടത്തിയതിന് കുട്ടനാട് MLA റെജി ചെറിയാനെ വിമർശിച്ചു G സുധാകരൻ. റെജി ചെറിയാന് സമ്പത്തിന്റെ അഹങ്കാരം എന്നായിരുന്നു പൊതുവേദിയിലെ ആക്ഷേപം. G സുധാകരൻ MLAമാരുടെ രാജാവാകേണ്ടെന്നാണ് റെജി ചെറിയാന്റെ മറുപടി. മഴക്കാലത്ത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കണമെങ്കിൽ കൃത്യസമയത്ത് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്ന് പൊഴി മുറിക്കണം. കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുകുന്നതനുസരിച്ച് പ്രതിസന്ധി കുറയും. ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കുന്നതിനാണ് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം കുട്ടനാട് MLA അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്പിൽവേയിലെത്തിയത്. ഇത് തന്നെ അറിയിച്ചില്ലെന്നാണ് G സുധാകരൻ MLAയുടെ വിമർശനം. കുട്ടനാട്ടിലെ MLA ഇവിടെ വന്ന് പരിശോധിക്കുകയാണ്. ഞാനിവിടെ 20 വർഷം MLA ആയിരുന്നു. എനിക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും അറിയാം.
ഇത് അമ്പലപ്പുഴ MLA പ്രിവിലേജ് വെട്ടിത്തിരിക്കുകയാണ്. അഹങ്കാരം. സാധാരണ MLA ആണ് ഇത് ചെയ്യത്തില്ല. സമ്പത്ത് അതൊന്നും അമ്പലപ്പുഴക്കാരോട് വേണ്ട. അതൊന്നും അംഗീകരിക്കും. ഒരു MLA മേൽ വേറൊരു MLA അധികാരം സ്ഥാപിക്കുന്ന എവിടെ വേണ്ടില്ല. അതും ആദ്യമായിട്ട് വരുന്ന 20 വർഷം MLA ആയി പരിചയമുള്ള ഒരാളോടാണ്. പിന്നാലെ ജി സുധാകരനെതിരെ ആഞ്ഞടിച്ച് രജീത് ചെറിയാൻ രംഗത്തെത്തി. ഇവരുടെ ഒന്നും കൂട്ട കാലങ്ങളായിട്ട് അധികാരം പങ്കിട്ട് 4-5 പെൻഷൻ മേടിച്ച് അത് ചെലവാക്കി നടക്കുന്ന ആളല്ല. എന്നെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ 3 പ്രാവശ്യം ഇരട്ടിയായിട്ട് ഞാൻ പറയും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളു കുടിക്കുന്നവരെ പുറത്താക്കുമെന്ന്. പുള്ളി ഈ പാർട്ടി മാറേണ്ട കാര്യമില്ലായിരുന്നല്ലോ, അപ്പുറത്തങ്ങ് നിന്നാൽ പോരായിരുന്നു. പുള്ളി മാത്രം ഒറ്റേനായിട്ട് നിൽക്കാമായിരുന്നു. കാരണം എല്ലാവരും പുറത്താക്കേണ്ടി വന്നാൽ ഈ കള്ളു കുടിക്കുന്നവർ. UDF ആണ്, ഇത് ജനാധിപത്യ പാർട്ടിയാണ്. ഇവിടെ എൻ്റെയോ ഞങ്ങളുടെ ആരുടെയെങ്കിലും MLA-മാരുടെയോ രാജാവാൻ ആരും ശ്രമിക്കണ്ട. അതിന് സമ്മതിക്കത്തില്ല, അതിന് നിന്നു കൊടുക്കുകയില്ല. സ്വന്തം മുന്നണിയിലെ MLA തന്നെ പൊതുവേദിയിൽ അപമാനിച്ചത് UDF-ൽ പുതിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുകയാണ്. 24 ആലപ്പുഴ. കണ്ണൂർ ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ. K. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. CBI അന്വേഷണം കോടതി തള്ളിയതാണെന്നും നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയ ADM K. നവീൻ ബാബുവിന്റെ മരണമാണ് UDF സർക്കാർ ആദ്യമായി CBIക്ക് വിടുന്ന കേസ്. പോലീസ് അന്വേഷണത്തിൽ കുടുംബം അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് CBI അന്വേഷണത്തിലെ സർക്കാർ തീരുമാനം. ഇനി CBI ആണ് കേസിൽ തീരുമാനമെടുക്കേണ്ടത്. നവീൻ ബാബുവിന്റെ സഹധർമ്മിണി തിരുവനന്തപുരത്ത് വന്ന് അവർ CBIക്ക് വിടണമെന്നുള്ള പരാതി അപേക്ഷ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ പുതിയ കുറേ കാര്യങ്ങൾ അവർ അപേക്ഷയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കാൻ ഞാൻ DGPക്ക് അവരുടെ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത നവീൻ ബാബുവിന്റെ കുടുംബം വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. വളരെ നീതിയുക്തമായിട്ട് അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും നമുക്കും അത് ആവശ്യമാണ്. എല്ലാ കാരണം മരണകാരണം ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് തുടക്കം തൊട്ട്. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധി വരണം. ശരിയായ റിസൾട്ട് ഞങ്ങൾക്ക് വേണം. എന്നാൽ CBI അന്വേഷണത്തിലുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് CPIM പ്രതികരണം. CBI അന്വേഷണം കോടതി നേരത്തെ തള്ളിയതാണെന്നും നേതാക്കൾ. നേരത്തെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. CBI അന്വേഷണമെന്ന ആവശ്യം തിരസ്കരിക്കുകയുമാണ് ഉണ്ടായത്. ഏത് ഏജൻസി അന്വേഷിച്ചാലും അന്വേഷണം നീതിപൂർവമായിരിക്കണം. എല്ലാറ്റിനും അവസാന വാക്കല്ല CBI. രാഷ്ട്രീയ വേട്ടക്കുള്ള ഉപകരണമായി മാറാൻ പാടില്ല. 2024 ഒക്ടോബർ 15-നാണ് K. നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യാത്രയയപ്പ് യോഗത്തിൽ CPIM നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PP ദിവ്യ കൈക്കൂലി ആരോപണം ഉന്നയിച്ചതിന് നവീൻ ബാബുവിനെ മാനസികമായി തളർത്തിയിരുന്നു. PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. 24 തിരുവനന്തപുരം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത രേഖകളിൽ EDയുടെ വിശദ പരിശോധന തുടരുന്നു. മരവിപ്പിച്ച അക്കൗണ്ടുകളിലെ പണത്തിന്റെ സ്രോതസ്സുകളാണ് അന്വേഷിക്കുന്നത്. ED റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. നീതിനിഷേധം ഉണ്ടായെന്നാണ് CMRLന്റെ വാദം. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്ത പുതിയ അപ്പീലിൽ വാദം കേൾക്കണമെന്നാണ് ആവശ്യം. നാളെ രാവിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിക്കും. സുപ്രീം കോടതി അഭിഭാഷകൻ CMRLനായി ഹാജരാകുമെന്നാണ് വിവരം. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാകും. റെയ്ഡിൽ ലഭിച്ച തെളിവുകളും ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണങ്ങളും ഹൈക്കോടതിയെ അറിയിക്കും. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ജാമ്യം തടയാനുള്ള നീക്കത്തിലാണ് പോലീസ്. അക്രമത്തിന്റെ പാത CPIM ഉപേക്ഷിക്കണമെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആദ്യ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഗുരുതര നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയത്. കേസിൽ SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചുതെങ്ങിൽ നിന്നാണ് വിജയ് വിമലിനെ പോലീസ് പിടികൂടിയത്. 24 കൊച്ചി. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 2 വിദ്യാർത്ഥിനികൾ മരിച്ചു. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പാലക്കാട് നെന്മാറ സ്വദേശി രാജേശ്വരി, ആലപ്പുഴ അരൂർ സ്വദേശി നിയ ലെനിൻ എന്നിവരാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു 2 പേരുടെയും പ്രായം. പാലക്കാട് നെന്മാറ ചക്കാത്തറയിൽ രാമൻ അംബിക ദമ്പതികളുടെ മകൾ
രാജേശ്വരിക്ക് ഈ മാസം 14-നാണ് വീടിനകത്ത് വെച്ച് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. രാജേശ്വരിയെ നെന്മാറ സർക്കാർ ആശുപത്രിയിലും തുടർന്ന് ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും നില ഗുരുതരമായി തുടരുകയായിരുന്നു. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആരോഗ്യനില മെച്ചപ്പെട്ടില്ല. ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നെന്മാറ പഴയഗ്രാമം LNS UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ മാസം 6-ാം തീയതിയാണ് അരൂർ സ്വദേശിനി നിയാലിന് പാമ്പുകടിയേറ്റത്. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച നിയ 24 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു മരണം. 24 പാലക്കാട്, ആലപ്പുഴ. കോഴിക്കോട് നോർത്ത് കാരശ്ശേരിയിൽ വീട്ടുവളപ്പിലെ കോഴിക്കൂട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കൂട്ടിലുണ്ടായിരുന്ന 5 കോഴികളെ പാമ്പ് കൊല്ലുകയും കോഴിമുട്ടകൾ ഭക്ഷിക്കുകയും ചെയ്തു. വീട്ടുകാർ വിവരം അറിയിച്ചതിന് നാളെ ജൂൺ 1 മധ്യവേനൽ അവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് നാളെ സ്കൂളുകൾ തുറക്കുകയാണ്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രവേശനോത്സവം കളർഫുൾ ആക്കാനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ 24-നോട് പറഞ്ഞു. പുത്തൻ പ്രതീക്ഷകളുമായി ഒരു അധ്യയന വർഷത്തെ കൂടി വരവേൽക്കാനൊരുങ്ങി കേരളം. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള 42 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. 1-ാം ക്ലാസ്സിൽ ഇത്തവണ 3 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. 10 വർഷത്തിന് ശേഷം UDF സർക്കാർ നേതൃത്വം നൽകുന്ന പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. രാവിലെ 9:30-ക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ്. പ്രവേശനോത്സവം കളർഫുള്ളാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ 24-നോട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ, കുരുന്നുകൾ ആദ്യമായി ജൂൺ 1 സ്കൂളിലെത്തുകയാണ്. മറ്റു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം അവരും വീണ്ടും കളിചിരികളുടെ പഠനത്തിൻ്റെ മുറ്റത്തേക്ക് എത്തുകയാണ്. പുതുതായി അധ്യയന വർഷം ആരംഭിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും അനർഘമായ ഒരു നിമിഷമാണ്. വിദ്യാർത്ഥികളിൽ സൈബർ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പോലീസ് നടപ്പാക്കുന്ന കിഡ് ഗ്ലൗ പദ്ധതിയുടെ ഭാഗമായി പ്രവേശനോത്സവ ചടങ്ങുകളിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. പാഠപുസ്തക വിതരണം ഇന്ന് പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് തടയാൻ അടിയന്തര നടപടി വേണമെന്ന് CPIM. മാലിന്യം നീക്കം ചെയ്യുന്ന പദ്ധതി പാളിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് CPIM ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. സർക്കാരും കോർപ്പറേഷനും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.